ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ ചാക്കോ വർഗീസ്. തിരുവനന്തപുരം ജി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റായിട്ട് ജി ആശുപത്രിയുടെ ആരംഭകാലം മുതൽ വർക്ക് ചെയ്യുന്നു. 1986 ചണ്ഡീഗറിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും DM ബിരുദം നേടിയാണ് ഞാൻ നെഫ്രോളജിയിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം 40 വർഷമായിട്ട് വിദേശത്തും ഇന്ത്യയിലുമായിട്ട് വർക്ക് ചെയ്തു വരുന്നു. ഇപ്പോൾ 25 വർഷമായിട്ട് തിരുവനന്തപുരത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വേൾഡ് കിഡ്നി ഡേ 2006 ആദ്യമായിട്ട് ആരംഭിച്ചത്. വേൾഡ് കിഡ്നി ഡേ 2006 ആരംഭിക്കുവാൻ ഒരു കാരണമുണ്ട്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി കിഡ്നി രോഗങ്ങളുടെ വർധനവ് കണ്ടിട്ട് അതിനെ വളരെ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും ഡയഗ്നോസിസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുവാൻ വേണ്ടി ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുവാനും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിനെയും NGO അസോസിയേഷനെയും ചാരിറ്റബിൾ ഓർഗനൈസേഷനെയും ഒക്കെ ഇൻവോൾവ് ചെയ്യുക കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. 2006 തിരുവനന്തപുരത്തെ ആദ്യത്തെ ലോക വൃക്ക ദിനം ട്രിവാൻഡ്രം പ്രസ് ക്ലബിൽ വെച്ച് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന ശ്രീമതി ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ RCC ഡയറക്ടറായിരുന്ന ഡോക്ടർ M കൃഷ്ണൻ നായരും എനിക്കും അതിൽ പങ്കെടുക്കുവാൻ ഉള്ള ഭാഗ്യമുണ്ടായി. ഈ വർഷം നമ്മൾ 19ാമത് വേൾഡ് കിഡ്നി ഡേ ആണ് ആഘോഷിക്കുന്നത്. ഓരോ വർഷവും വേൾഡ് കിഡ്നി ഡേയ്ക്ക് ഓരോ തീം ഉണ്ടായിരിക്കും. ഈ വർഷത്തെ തീം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ ആൻഡ് എ റെസ്പെക്റ്റബിൾ ആക്സസ് ടു കിഡ്നി ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇന്ന് ലോകമെമ്പാടും ഏതാണ്ട് 850 മില്യൺ വൃക്കരോഗികൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ 10 പേരെ പരിശോധിച്ചാൽ 10 പേരിൽ ഒരാൾക്ക് വൃക്കരോഗം ഉണ്ടായിരിക്കും. ആൻഡ് വൃക്കരോഗങ്ങളുടെ പ്രധാന കാരണം പ്രമേഹം, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, അതുകൂടാതെ ഫാമിലിയിൽ വൃക്കരോഗങ്ങൾ ഉണ്ടെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ അസുഖങ്ങൾ ഉള്ളവർ എങ്ങനെ നമ്മുടെ വൃക്കകളെ സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത്. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ വൃക്കകളെ വളരെ ഹെൽത്തിയായിട്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഒരല്പം ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് എങ്ങനെ നമുക്ക് നമ്മുടെ വൃക്കകളെ സൂക്ഷിക്കാം? നമുക്ക് 2 വൃക്കകളാണുള്ളത്. ഓരോ വൃക്കയും
150 ഗ്രാമാണ് വെയ് ചെയ്യുന്നത്. ഓരോ വൃക്കയിലും ഓരോ മില്യൺ ഫങ്ഷനിങ് യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ 90% ഡാമേജ് വരുമ്പോഴേ വൃക്കരോഗങ്ങൾ പുറമേ സിംറ്റംസ് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ മിക്ക വൃക്കരോഗങ്ങളും ആശുപത്രിയിൽ എത്തുന്ന സമയത്തേക്ക് അത് ഒന്നുകിൽ ഡയാലിസിസ് വേണ്ടി വരുന്ന സ്റ്റേജിലായിരിക്കും എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റീവ് ചെക്കപ്പുകൾ നടത്തിയാൽ മാത്രമേ വളരെ നേരത്തെ തന്നെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 4 അസുഖങ്ങൾ, പ്രമേഹം, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, കുടുംബത്തിൽ വൃക്കരോഗം എന്നീ കാരണങ്ങൾ കൂടാതെ നമ്മുടെ നാട്ടിൽ വൃക്കയിൽ ഇൻഫെക്ഷൻസ്, കല്ലുകൾ, ജന്മന ഉള്ള വൃക്കയുടെ പ്രോബ്ലംസ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ് തുടങ്ങിയവ മൂലവും സ്ഥായിയായ വൃക്കസ്തംഭനം ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വൃക്കകളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മളുടെ ഡയബറ്റിക് ആണെങ്കിൽ നമ്മളുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ 140-160 HbA1c 7 മെയിൻറ്റെയിൻ ചെയ്യുക. ബ്ലഡ് പ്രഷർ ഉള്ളവർ ബ്ലഡ് പ്രഷർ 140-90, 130-80 എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുക. ആകപ്പാടെയുള്ള കൊളസ്ട്രോളിൻ്റെ വാല്യൂ 200-ൽ താഴെയും ചീത്ത കൊളസ്ട്രോളിൻ്റെ വാല്യൂ 100-ൽ താഴെയും ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിവസവും 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക. വ്യായാമം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും ഇന്ന് വ്യായാമം ചെയ്യുന്നതിന് വളരെ മടിയായിട്ടാണ് കാണുന്നത്. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സോൾട്ടിൻ്റെ അളവ്, ഉപ്പിൻ്റെ അംശം, മധുരത്തിൻ്റെ അംശം നമ്മളുടെ ഭക്ഷണത്തിൽ കുറയ്ക്കുക. നമ്മൾ ദിവസവും ഒരു 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പലർക്കും വെള്ളം കുടിക്കാൻ മടിയാണ്. എന്നാൽ 10 മുതൽ 15 ഗ്ലാസ് വരെയുള്ള വെള്ളം കുടിക്കുന്നത് കിഡ്നിക്ക് വളരെ അത്യാവശ്യമാണ്. കിഡ്നിയിൽ കല്ലുകളുള്ളവർ 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സ്മോക്കിംഗ് ചെയ്യുന്നവർ, സ്മോക്കിംഗ് കിഡ്നിക്ക് വളരെ ദൂഷ്യം ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. സ്മോക്കിംഗ് അതുകൊണ്ട് നിർത്തുന്നത് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രോബ്ലം, പനിയോ വേദനയോ വരുമ്പോൾ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി വേദന സംഹാരികൾ മേടിച്ച് കഴിക്കുക. നമുക്ക് കിട്ടുന്ന പല വേദന സംഹാരികളും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പനിയോ വേദനയോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ
വേദന സംഹാരികൾ കഴിക്കാവൂ. ഇന്ന് വൃക്കരോഗ ക്ലിനിക്കുകളിൽ കാണുന്ന നല്ലൊരു ശതമാനം രോഗങ്ങളും വേദന സംഹാരികൾ കാരണം ഉള്ളതാണ്. പിന്നെ നമ്മളുടെ ഹാൻഡ് ഹൈജീൻ, കൈകൾ എപ്പോഴും കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. വൃക്കരോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഹൈജീൻ ഹാബിറ്റ്സ് വളരെ സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ. ഇൻഫെക്ഷൻസ് വന്നാൽ അത് കിഡ്നിയിലാകാം, കിഡ്നിയിൽ നിന്ന് ബ്ലഡിലോട്ട് അത് സ്പ്രെഡ് ചെയ്താൽ സെപ്റ്റിസീമിയ എന്ന അസുഖം വന്ന് ബ്ലഡ് പ്രഷർ കുറയുകയും പേഷ്യൻറ്റിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ പെട്ടെന്ന് മൂർച്ഛിക്കുകയും ചെയ്യാം. അതിൻ്റെ മരണത്തിൽ അവസാനിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പേഴ്സണൽ ഹൈജീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊണ്ണത്തടിയാണ്. നമ്മുടെ സ്കൂളുകളിലൊന്നും ഇക്കാലത്ത് കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല. ഒന്നുകിൽ അവർക്ക് ട്യൂഷൻ, അല്ലെങ്കിൽ അവർ TV-യുടെ മുന്നിലിരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് അവർക്ക് വീടുകളിൽ കൃത്യമായ ഭക്ഷണ രീതികൾ അവർ പരിശീലിക്കുന്നില്ല. ബേക്കറി ആഹാരങ്ങളും മധുര പലഹാരങ്ങളും എല്ലാം കഴിച്ചിട്ട് നേരത്തെ തന്നെ അമിതവണ്ണം വെച്ച് പൊണ്ണത്തടിയന്മാരായി ചെറുപ്പത്തിലേ തന്നെ അവർക്ക് പ്രമേഹവും ബ്ലഡ് പ്രഷറിനും ഒക്കെ അടിമകളായിത്തീരുന്നു. അങ്ങനെ അതെല്ലാം കാലക്രമേണ വൃക്കരോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതികളിലും അവരെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇതിലെല്ലാം പ്രധാനമായിട്ടുള്ളത് എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിനകത്ത് ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കിഡ്നി രോഗമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ അളവാണ്, യൂറിയയുടെ അളവ്. സോ കിഡ്നിയിൽ അസുഖങ്ങളുണ്ടെങ്കിൽ യൂറിനിൽ ആൽബുമിനും ബ്ലഡും വരാം. ക്രിയാറ്റിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും ചെയ്യാം. വളരെ 100 രൂപയിൽ താഴെ ചിലവ് വരുന്ന ഒരു ടെസ്റ്റ് മാത്രമാണിത്. ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ ഏർലി ആയിട്ട് തന്നെ നമുക്ക് വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ചികിത്സകൾ കൊടുക്കുകയും വൃക്കരോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് തടയുവാനും ചെയ്യാൻ പറ്റും. വൃക്കരോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ മിക്ക വൃക്കരോഗങ്ങളും അവസാനിക്കുന്നത് ഡയാലിസിസിലോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലോ ആയിരിക്കും. ഇന്ന് ഒരു രോഗിക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു മാസം ഒരു 20,000 രൂപ വേണം. അതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലാണോ പ്രൈവറ്റിലാണോ അനുസരിച്ച് അവർക്ക് ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്രയും പണം ചിലവാക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് കാരണം ഗവൺമെൻറ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ ഇപ്പോൾ ഡയാലിസിസ് സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഇത് വളരെ മുന്നിലാണ്.
നമ്മളുടെ കേരളത്തിൽ ഉള്ള അത്രയും ഡയാലിസിസ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിലുമില്ല. നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം തന്നെ എടുത്താൽ തിരുവനന്തപുരത്ത് ഒരു 15 ഡയാലിസിസ് സെൻറ്റേഴ്സിൽ കൂടുതലുണ്ട്. ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സും നമുക്ക് പലതുണ്ട്. എന്നാൽ പല സ്റ്റേറ്റുകളിലും മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഗ്രാമങ്ങളിൽ താമസിക്കുകയും അവർക്ക് ഡയാലിസിസിന് പോകാനോ കിഡ്നി രോഗം കണ്ടുപിടിക്കാൻ പോകാനോ മൈലുകൾ സഞ്ചരിക്കേണ്ടി വരുന്നു. സോ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. അതുപോലെ തന്നെ വൃക്കരോഗ വിദഗ്ധരുടെ നമ്പറിലും കേരളം ഇന്ത്യയിലെ മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷം ഇന്ത്യയിലെ ആകെയുള്ള വൃക്കരോഗ വിദഗ്ധരുടെ 15%, അതായത് ഇപ്പോൾ 25 പുതിയ നെഫ്രോളജിസ്റ്റ് എല്ലാ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ വൃക്കരോഗ വിദഗ്ധർ ഇപ്പോൾ ചെറിയ ചെറിയ സെൻറ്റേഴ്സിലോട്ട് പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അത് കാരണം നമ്മുടെ സ്റ്റേറ്റിൽ വൃക്കരോഗങ്ങൾക്ക് വളരെ വിദഗ്ധമായ സേവനമാണ് ലഭിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ കേരളത്തിലെ എല്ലാ ഫ്രണ്ട്സിനും വളരെ സന്തോഷകരമായ 19ാമത് ലോക വൃക്ക ദിനം ആശംസിക്കുകയും എല്ലാവർക്കും വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കിഡ്നീസ് ഉണ്ടാകട്ടെ, മെയിൻറ്റെയിൻ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.